ഒരു ഇസ്ലാം മതവിശ്വാസിയുടെ പേരുള്ള എന്തെങ്കിലും വിഷയം വന്നാൽ ആ ചർച്ചകൾക്ക് ആയുസ് ആഴ്ചകളോളമാണ്, മാസങ്ങളോളമാണ്. എന്നാൽ ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത ഏതെങ്കിലും ആളുകളുടെ വിഷയങ്ങൾ വന്നാൽ അതുമായി ബന്ധപ്പെട്ട് വിശാലമായ ചർച്ചയില്ല. കഴിഞ്ഞ ദിവസമാണ് ഫാസിസവൽക്കരണം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടി ഓഫീസിൽ നിന്ന് നിരന്തരമായി ലൈംഗിക പീഡനം ഏറ്റുവാങ്ങിയ നേതാക്കളിൽ നിന്നാണ്. അങ്ങനെ ലൈംഗിക പീഡനം നേതാക്കളിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഒരു പാർട്ടിയുടെ പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യുകയും താൻ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം ഇന്നതാണ്, ഇന്ന നേതാക്കളാണ് എന്ന് അക്കമിട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഷെഡ്യൂൾ ചെയ്ത് വീഡിയോ അടക്കം വിട്ടിട്ട് എത്ര ദിവസമാണ് മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തത്? ഒരു രാത്രിയിൽ പോലും ചർച്ചയിൽ അതൊരു വിഷയമായി തീർന്നില്ല. ഇങ്ങനെ എത്ര വിഷയങ്ങളുണ്ട്. യുക്തിവാദികൾ എറണാകുളത്ത് നടത്തിയ എസൻസ് എന്ന് പറയുന്ന പരിപാടിയിലേക്ക് തോക്കുമായി ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ദൗർഭാഗ്യവശാൽ ആ മനുഷ്യന്റെ പേര് മുസ്ലിം അല്ല, ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാളല്ല തോക്കുമായി വന്നവൻ, അവന്റെ പേരും മുസ്ലിം അല്ല. അതുകൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. മറ്റു മതങ്ങളായതുകൊണ്ട് തന്നെ ആ വിഷയത്തെ ചർച്ച ചെയ്യപ്പെടാൻ താല്പര്യം കാണിക്കുന്നില്ല. 4 ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ ഒരു മുസ്ലിം മതത്തിലുള്ള സഹോദരിയെ അന്യ മതത്തിലുള്ള ഒരാൾ വിവാഹം ചെയ്യുന്നു. ആ വിവാഹം ചെയ്യുന്നതിന് സോഷ്യൽ മീഡിയ കൊട്ടി ആഘോഷിക്കപ്പെടുന്നു. പല രൂപത്തിലുള്ള മന്ത്രിമാരടക്കം അതിനെ ഷെയർ ചെയ്യപ്പെടുന്നു. പക്ഷേ ഇതിൽ ലവ് ജിഹാദികളില്ല, ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതില്ല. നേരെ തിരിച്ചായിരുന്നെങ്കിലോ, അവിടെ ഈ മതത്തിൽ നിന്ന് പരിശുദ്ധമായ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു സഹോദരൻ അന്യ മതത്തിൽപ്പെട്ട ഒരു പെണ്ണിനെയാണ് വിവാഹം ചെയ്തിരുന്നതെങ്കിൽ അപ്പൊ തുടങ്ങും ഇത് ലവ് ജിഹാദാണ്, ഇത് പ്രണയത്തിന്റെ പേരിലുള്ള ജിഹാദാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരന്തരമായ ചർച്ചകൾ വരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നത്? ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. ചാനലുകളെല്ലാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റേറ്റിംഗ് മാത്രമാണ്. അവരുടെ ചാനൽ എത്രത്തോളം പ്രശംസമയമാകും, അതിൽ നിന്ന് എത്രത്തോളം വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എപ്പോഴും സമൂഹത്തിന്റെ മുന്നിലേക്ക് കത്തിച്ചു വെക്കാൻ പറ്റുന്ന വിഷയം സാമുദായിക വിഷയങ്ങളാണ്. അത് തന്നെ വിശിഷ്ട മുസ്ലിമീങ്ങളെ കുറിച്ചാണെങ്കിൽ അതിനല്പം റീച്ച് കൂടും എന്ന കാര്യത്തിൽ തർക്കവുമില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ ഹിജാബിന്റെ വിഷയം തന്നെ വന്ന സമയത്ത് എല്ലാ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ വഴി പരസ്യപ്പെടുത്തിയ വാൾ പോസ്റ്ററുകളിൽ അതിന്റെ ഫോട്ടോ എന്ന് പറയുന്നത് നിക്കാബിന്റെ ഫോട്ടോയാണ്. എന്താണ് നിക്കാബും ഹിജാബും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹിജാബ് എന്ന് പറയുന്നത് മുഖം ഒഴിച്ച് ബാക്കിയുള്ള കഴുത്തും നെഞ്ചും മുടിയും ചെവിയും അടക്കം മറക്കുന്ന ഒരു വസ്ത്രത്തിന് പറയുന്ന പേരാണ് ഹിജാബ്. എന്നാൽ നിക്കാബ് എന്ന് പറയുന്നതാണ് മുഖം മറക്കുന്ന വസ്ത്രം. പക്ഷെ മാധ്യമങ്ങളെല്ലാം ചിത്രീകരിക്കപ്പെട്ട ഫോട്ടോ എന്ന് പറയുന്നത് നിക്കാബിന്റെ ഫോട്ടോയാണ്. എന്നിട്ട് വരുത്തി തീർക്കുന്നത് ഒരു വിദ്യാലയത്തിലേക്ക് ഒരു വിദ്യാർത്ഥി നിക്കാബ് ധരിച്ചുകൊണ്ട് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഹിജാബ് ധരിച്ച് കടന്നു വരുന്നു എന്നതല്ല പ്രശ്നം. വാക്ക് ഹിജാബും അതുപോലെ കാഴ്ചകളിൽ നിക്കാബും ആക്കപ്പെടുന്നു. എന്നിട്ട് ഈ ചർച്ചകളിൽ വലിയൊരു സമൂഹത്തെ മുസ്ലിമീങ്ങൾക്ക് എതിരാക്കി ചിത്രീകരിക്കപ്പെടുന്നു.